വയനാട് നമ്പ്യാർകുന്ന് ചീരാൽ മേഖലയിൽ ഭീതി പരത്തിയ പുലി കൂട്ടിൽ കുടുങ്ങി. കല്ലൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിപ്പോയത്. പുലിയെ കുപ്പാടി മൃഗപരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് വനംവകുപ്പ് പറയുന്നു. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് സുർജിത്ത്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ആ പുലി ഇതാ ഈ കൂട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. ഏറെ നാളായി നമ്പ്യാർകുന്ന് ചീരാൽ ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ ഭീതി പരത്തിയിരുന്ന പുലിയാണ്. നിരവധി വളർത്തുമൃഗങ്ങൾ ഇതിനകം പിടികൂടിയിട്ടുണ്ട്. 5 വളർത്തുമൃഗങ്ങളെ കൊന്നിട്ടുണ്ട്. 6 എണ്ണത്തിന് ഏതാണ്ട് പരിക്കേൽപ്പിക്കുന്നൊരവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരാശങ്ക ഈ ആളുകളെ സംബന്ധിച്ച് എല്ലാം തന്നെയുണ്ട്. പുലിയെ ഇപ്പോൾ വനം വകുപ്പ് കൂട്ടിലാക്കി ടാർപോളിൻ ഷീറ്റ് വെച്ചു കൊണ്ട് മറച്ചു കെട്ടി അതിനെ നേരെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് വനം വകുപ്പിന്റെ കുപ്പാടിയിലെ മൃഗപരിചരണ കേന്ദ്രത്തിലാകും തുടർ പരിശോധനകൾ ഉണ്ടാകും. അതിന്റെ ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകും. ഇവിടെ റേഞ്ച് ഓഫീസർ ബത്തേരി റേഞ്ച് ഓഫീസറുള്ള സഞ്ജയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മൊത്തം അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ ജീവനക്കാരെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. നാട്ടുകാരുണ്ട് ഇവിടെ. ആ നാട്ടുകാരെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ആശ്വാസം. കാരണം പല ഘട്ടങ്ങളിലും ഈ പുലി ഇവിടെ പലപ്പോഴും പുറത്ത് വന്നു നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ പുലിയുടെ സാന്നിധ്യം വലിയ രീതിയിലുള്ള ആശങ്ക പരത്തുന്ന വിധത്തിൽ അത് പുറത്ത് പ്രത്യക്ഷത്തിൽ തന്നെ വന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇത് നമ്പ്യാർകുന്ന് എന്ന് പറയുന്ന ഈ പ്രദേശം തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ചീരാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അതിർത്തി പ്രദേശങ്ങളാണ്. അവിടെയാണ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. അവിടെ കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്മശാനത്തിനടുത്ത് വെച്ച കൂട്ടിലാണ് പുലി ഒടുവിൽ കുടുങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പരിസരത്ത് തോട്ടങ്ങളടക്കമുള്ള മേഖലയാണ്. ആ മേഖലയിലാണ് ഇങ്ങനെ ഒരു പുലി സാന്നിധ്യം വലിയ അലോസരമായി ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം മാറിയത്. ആളുകൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കയും എല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പുലി കൂട്ടിലാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം കയ്യൂന്നി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഇതിന്റെ തൊട്ടടുത്തുള്ള തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്ത് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് യാത്രക്കാർ ഇതിനെ ദൃശ്യം പകർത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. കഴിഞ്ഞ ദിവസം ഒരു വീടിന്റെ കാർ പോർച്ചിൽ ഈ പുലി എത്തി നിൽക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. കാരണം അത്രയും വലിയ ആശങ്ക. ഒരു പെൺകുട്ടി, ആ വീട്ടിലെ ചെറിയ കുട്ടിയാണ് പുലിയെ കണ്ടത്. അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ആളുകളെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം. എന്തായാലും നിങ്ങൾക്ക് വലിയ ആശ്വാസമായിട്ടുണ്ടാവില്ലേ? എന്താണ് ഒരു സ്ഥിതി? വലിയ ആശ്വാസമല്ലേ? വലിയ ആശ്വാസമായി. ഇതൊരു 2-3 മാസം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കുട്ടികളും സ്കൂളിൽ ആർക്കും പോകാനൊന്നും കഴിയുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിടിച്ചതിൽ വളരെ സന്തോഷം പിടിച്ചതിൽ. അയ്യോ, പുറത്തിറങ്ങാൻ പറ്റില്ല. 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. പകലും പുറത്തിറങ്ങാൻ പറ്റില്ല. അത്രയ്ക്കും ശല്യമാണ് ഇവിടെ. കർഷകരുടെ മേഖലയാണ്. പുലികൾ ആടിനെ പിടിച്ചു, പശുവിനെ പിടിച്ചു. വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ. വളരെ ബുദ്ധിമുട്ടാണ്. ആളുകളെ സംബന്ധിച്ച് SKN നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. പുലിയെ കയറ്റി അതിന്റെ കൂട് നേരെ കയറ്റി കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രാക്ടറിലേക്ക് ഇപ്പോൾ തന്നെ കയറ്റിയിട്ടുണ്ട്. ശരിക്കും വലിയ ബുദ്ധിമുട്ടാണ് ഈ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാക്കിയത്. പുലി ഏതാണ്ട് അത് കാണുമ്പോൾ അവശ്യ നിലയിൽ എന്നുള്ള തരത്തിൽ തന്നെയാണ് നേരത്തെ കാണപ്പെട്ടത്. ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതും അതുതന്നെയാണ്. എന്തായാലും ആ ഒരു ഭീതി ഈ നാട്ടിൽ നിന്ന് ഒഴിവാകുന്നു എന്നുള്ളതാണ്. കാരണം അത്രയും ദിവസങ്ങളായി ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നവും പ്രയാസവുമായി നിന്നിരുന്നൊരവസ്ഥയാണുള്ളത്. എന്തായാലും അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഭീതി പടരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എത്രമാത്രം നിങ്ങളെ സംബന്ധിച്ച് ഒരു ആശ്വാസമുണ്ട് ഇപ്പോൾ? താൽക്കാലികമായൊരു ആശ്വാസം ഈ പുലിയെ പിടിച്ചതുകൊണ്ട് ഉണ്ടായിരുന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഒന്നിലേറെ പുലികളുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ തന്നെ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും താൽക്കാലികമായിട്ടൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഈ ഉണ്ടായിരുന്ന, അതായത് കാണപ്പെട്ട ആ പുലി തന്നെയാണോ? ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണല്ലോ. ആണെന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവിലുള്ള ആളുകളുടെ ഒക്കെ ഒരു പൊതു അഭിപ്രായം. അത് തന്നെയാണ്. ആ പുലിക്ക് വിശ്വലുള്ളൊരു അവസ്ഥ നിലയിലുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പുലി പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നഷ്ടപരിഹാരമൊക്കെ ഇനി ലഭിക്കാനുണ്ട്. ആ ആശങ്കകളൊക്കെ ഇപ്പോഴും ആളുകളുടെ മുമ്പിലുണ്ട്. എന്തായാലും വളർത്തുമൃഗങ്ങളെ നിരവധി പിടികൂടിയിരുന്നു ഈ പുലി. പ്രത്യേകിച്ച് നായ, കഴിഞ്ഞ ദിവസം പശുക്കുട്ടി, അതോടൊപ്പം തന്നെ ആടുകൾ, ഇതിനൊക്കെ ഇത് പിടികൂടിയിരുന്നു. ഇപ്പോൾ വളരെ സമാധാനം. ഈ നാടിനെ സംബന്ധിച്ച് ഇതൊരു അതിർത്തി മേഖലയാണ്. ഇവിടെ മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ ഈ പുലി അങ്ങോട്ട് മാറുന്നു. അതായത് കയ്യൂന്നി അടക്കമുള്ള സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടിനോട് ചേർന്ന്, തമിഴ്നാടിൻ്റെ മേഖലയാണ് കയ്യൂന്നി എന്ന് പറയുന്നത്. ആ പ്രദേശത്തും പുലിയുടെ സാന്നിധ്യം കണ്ടതാണ്. ആളുകളെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടേക്ക് ഇപ്പോൾ ട്രാക്ടറിലേക്ക് കയറ്റി കഴിഞ്ഞു. ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. നിങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകളല്ലേ? എത്രമാത്രം ആശ്വാസമുണ്ട് നിങ്ങൾ? ഇവിടെ വളരെ ആശ്വാസമാണ്. ഇങ്ങോട്ട് പുലിയിട്ട് 2 മാസത്തോളമായി കിടന്ന് ഉറക്കമില്ലായിരുന്നു. ഇന്നലെ രാത്രി ഒരു 1:30 ആയപ്പോഴേ ഇവിടെ ഒരു കോഴിനെ പിടിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ആർക്കും ഒരു ഉറക്കം പോലും ഇല്ല.
അങ്ങനെ എല്ലാവരും കാവലായിരുന്നു. രാവിലെ പാല് കൊണ്ടുവന്നപ്പോഴാണ് ഇത് പാല് അളന്ന് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഏട്ടനാണോ ആദ്യം കണ്ടത്? നമ്മുടെ ഏട്ടനും ഞാനുമാണ് കണ്ടത്. വേറൊരാളും കൂടി ഒപ്പം ഉണ്ടായിരുന്നു.